السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് സ്വീകരിക്കുകയും അതൊക്കെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അമല് ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹജ്ജിന് പോകുന്ന ആളുകൾ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തോടെ റാഹത്തായി ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, സത്യവിശ്വാസികളെ, ഹാജിമാരെ, ഇന്ന് ഖുർആൻ ഓതിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരായത്ത് ഞാനിന്ന് ഓതിയിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും, അല്ലാതെ ശ്രദ്ധിക്കും. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോഴേക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന എല്ലാ ആയത്തുകളും ഞാൻ ഓതി പൂർത്തിയാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്, പരമാവധി ഹദീസുകളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ 202-ാമത്തെയും 200-ഉം 201-ഉം 202-ഉം ആയത്തുകൾ, അതിന് മുമ്പുള്ളതും ശേഷമുള്ളതൊക്കെ തന്നെയാണ്. വല്ലാത്തൊരു ദുആണ്. ഹാജിൻ്റെ ലക്ഷ്യം എന്താവണമെന്ന് പറയുന്ന ദുആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅകും ഔ അശദ്ദ ദിക്റാ. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أولئك لهم نصيب مما كسبوا والله سريع الحساب. صدق الله العلي العظيم. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ദ്വാരക്കണത് കേട്ടു എന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്. എവിടെ നിന്ന് ദ്വാരക്കുന്നത്? ശിഷ്യൻ അബ്ദുല്ലാഹിബ്നു സായിബ് പറയാണ്, ബഹുമാനപ്പെട്ട ഷാഫിമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്നുൽ യമാനിൻ്റെയും റുക്നുൽ അസ്വദിൻ്റെയും ഇടയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ ദ്വാരക്കുന്നത് ഞാൻ കേട്ടു. ഹജറുൽ അസ്വദിൻ്റെ ഉള്ള ആ മൂലയും പിന്നെ റുക്നുൽ യമാൻ ഉണ്ടല്ലോ, യമൻ്റെ ഭാഗത്തേക്കുള്ള ആ തൂണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ നിന്ന് ദ്വാരക്കണത് കേട്ടു. ഈ ആയത്തിൽ പറയുന്നത്, നമ്മളെ വിഷയം ഇപ്പോൾ ഹജ്ജിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ പോലും നമ്മളെ ലക്ഷ്യം നന്നാവണം. അതിനു വേണ്ടിയാണ് പെട്ടെന്ന് ഈ ആയത്ത് ഞാൻ ഇടയിൽ വന്നത്. പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പറഞ്ഞു തരാൻ. ഫൈദാ ഖളൈതും മനാസികകും, നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിച്ചാൽ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. പിന്നെ കദിക്രിക്കും ഔ ആബാഅകും ഔ അശദ്ദ ദിക്റ, നിങ്ങളെ വാപ്പാനും ഉമ്മാനെയൊക്കെ ആലോചിക്കുന്നത് പോലെ, ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാളും തീവ്രമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതാണ്. ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് എന്നുള്ള ചിന്ത വേണം. എത്ര ചിന്ത വേണമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇപ്പോൾ പറയാം? അതെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഒരു കുട്ടി വാപ്പാനും ഉമ്മാനെയും ഓർക്കൽ എങ്ങനെയാണ്? അതേമാതിരി എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിനെ അതേമാതിരി ഓർത്താൽ മതി എന്ന് പറയും. അപ്പോൾ അശദ്ദ ദിക്റ, അതിനേക്കാളും കൂടുതൽ ഓർക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മളെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ഉമ്മ ഇപ്പ ഫുൾ ടൈം ആ കുട്ടി വാപ്പാനും ഉമ്മാനും ഓർക്കായിരിക്കും ചെയ്യാം. ഇനി നമ്മളാണെങ്കിൽ തന്നെ നമ്മളെ വാപ്പാർ മരിച്ചാലും ജീവിച്ചിരിക്കുകയാണെങ്കിലും ഉമ്മാരാണെങ്കിലും ഉമ്മ വാപ്പ നമ്മളെ മനസ്സിൽ ഒരു ദിവസം എത്ര വട്ടം വരിക? കണക്കുണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് നമ്മളെ വാപ്പമ്മയായിരിക്കും. നിങ്ങൾ ഹജ്ജും ഉംറയും കഴിഞ്ഞാൽ ഫൽഹജു ബിദിക്രില്ലാ,
അവിടെയാണ് നമ്മൾ ലക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഓതിയത്. അള്ളാഹുവിൻ്റെ ദിക്ർ സൂറത്തുൽ ബക്കറയിലെ നിങ്ങൾക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ 200, 201, 202 ആയത്ത് ഇന്ന് ഓതിയപ്പോൾ ഞാൻ ശ്രദ്ധയപ്പെട്ടപ്പോൾ നിങ്ങളിതൊക്കെ കേൾക്കാൻ വരുന്നതാണല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ. നമ്മളെല്ലാ സമയത്തും ദ്വാരക്കാറില്ലേ? ومنهم فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, അവർ ദുന്യാവ് വരണേ എന്നാ പറയാം. وما له في الآخرة من خلاق. അയാൾക്ക് ആഖിറത്തിൽ ഒരു വകുപ്പുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഹജ്ജ് ഉംറയും കഴിഞ്ഞിട്ട് ദുന്യാവുമക്ക് തിരിഞ്ഞ ആൾക്കാരെ കുറിച്ചായി പറയണത്. എന്നിട്ട് അള്ളാഹ് പറയാണ് വമിൻഹും മൻ യഖൂൽ, എന്നാൽ ഹജ്ജ് ഉംറയൊക്കെ നിർവഹിച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂൽ പറയുന്നവർ, എന്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഓല് പറയും പടച്ചോനെ ദുന്യാവിലും നീ നന്മ തരണം, ആഖിറത്തിലും നന്മ തരണം എന്ന് അവർ പറയും. ദുന്യാവില്ലാഞ്ഞാൽ പറ്റൂലല്ലോ, ആഖിറല്ലാഞ്ഞാൽ പറ്റൂലല്ലോ. ആഖിറ മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം ആഖിറത്തേക്കുള്ള വഴിയാണിത്. ആഖിറ ഉണ്ടാക്കാനുള്ള ഒരു നിർമ്മാണശാലയാണ് ദുന്യാവ്. ആഖിറ ഉണ്ടാക്കാനുള്ള നിർമ്മാണശാലയാണ് ദുന്യാവ്. അതിന് ഭക്ഷണം കഴിക്കണ്ടേ, അതിന് താമസിക്കണ്ടേ, ഭാര്യ വേണ്ടേ, മക്കൾ വേണ്ടേ? അല്ലാതെ ചോറ് കഴിക്കാതെയും കഞ്ഞി കുടിക്കാതെയും ഇബാദത്തെടുക്കാൻ കഴിയുമോ? നമുക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു തരുന്ന മക്കളും ഭാര്യയും വീടും സൗകര്യങ്ങളും വാഹനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ സൗകര്യങ്ങളൊക്കെ വേണം. ഈ സൗകര്യങ്ങളൊക്കെ ആഖിറത്തിന് വേണ്ടി ആകുകയും വേണം. ഒമിൻഹും അവരിലുണ്ട് മൻ യഖൂലു പറയുന്നവർ റബ്ബനാ ഞങ്ങളെ റബ്ബേ ആത്തിന ഞങ്ങൾക്ക് തരണം, ആത്തിന ഞങ്ങൾക്ക് തരണം, ഫിദ്ദുന്യാ ദുന്യാവിൽ ഹസനത്ത് തരണം, വഫിൽ ആഖിറതി ഹസനത്തൻ ആഖിറത്തിൽ നീ എന്ത് ചെയ്യണം, ഹസനത്ത് നൽകണമേ എന്ന് അവർ ദുആ ചെയ്യും. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തൻ്റെ പ്രസിദ്ധമായ തഫ്സീറിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു വിശദീകരണം. ദുന്യാവിൽ ഹസനത്ത് നമുക്ക് വേണ്ടേ, ആഖിറത്തിൽ ഹസനത്ത് വേണ്ടേ, രണ്ടും നമ്മൾ ദ്വാരക്കണം, പടച്ചവനോട് ദ്വാരക്കണം. നമ്മളെ ദ്വാ മിക്കവാറും ദുന്യാവായി മാറുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഉസ്താദന്മാരോട് പറയാനുള്ളത് ദുന്യാവിൻ്റെ കാര്യമാണ് ദ്വാരക്കാൻ പറയാനുണ്ടാവുക. ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞായിട്ട് ദ്വാരക്കാൻ പറയുന്ന ആൾക്കാർ കുറവാപ്പം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞ് ദ്വാരക്കണ്ടേ? ഹജ്ജിൻ്റെ വേളകളിൽ നമ്മുടെ ദ്വാവിൻ്റെ മിക്ക ഭാഗങ്ങളും ആഖിറത്തിൻ്റെ ദ്വാ ആയിരിക്കണം എന്നാണ്. ആഖിറത്തിനെ കുറിച്ചുള്ള ദ്വാ ആയിരിക്കണം ഹജ്ജിൻ്റെ വേളകളിൽ. ഇവിടെയൊക്കെ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 10-70 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ദ്വാരിക്കുമ്പോൾ നമ്മൾ ദ്വാരിക്കേണ്ട, നമ്മളെ ദ്വാവിൻ്റെ മുഖ്യ ഭാഗം എന്തായിരിക്കണം? ആഖിറത്തിൻ്റെ ദ്വാ ആയിരിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് വെച്ചോളെ. ദുന്യാവിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദുന്യാവിടെ അവസാനിക്കും. പക്ഷെ ആഖിറം പോയാൽ പിന്നെ കിട്ടൂല. അപ്പോൾ ദുന്യാവിൽ ഹസനത്ത് തരണേ, വഫിൽ ആഖിറതി ഹസന. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടോളൂ. ഇതിനൊക്കെ നല്ല അർത്ഥമുണ്ട്. നമ്മളെപ്പോഴും ദ്വാരക്കണമായതുകൊണ്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കണത് നല്ലതല്ലേ? എല്ലാ നിസ്കാരത്തിലും കഴിഞ്ഞിട്ട് ദ്വാരക്കുമ്പോഴും എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ദ്വാരക്കണമാണ് ഇത് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിൻ്റെ വിശാലമായ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വിശാലമായ അർത്ഥമാണ്. ഹസനത്ത് എന്നാണ് പറഞ്ഞത്. ഹസനത്ത് എന്താ? ഹസനത്ത് ഒന്ന് ആരോഗ്യം. ദുന്യാവിൽ ഹസനത്ത് തരണേ എന്നാണ് പടച്ചോനെ. എല്ലാം പെട്ടു ഇല്ലേ? എല്ലാം പെട്ടു. ദുന്യാവിൽ ഹസനത്ത് തരണേ, ആഫിയത്ത് തരണേ, ആരോഗ്യം തരണേ. പിന്നെന്തൊക്കെയാണ് വേണ്ടത്? ഒരു വിശാലമായ വീട് തരണേ അല്ലേ? വിശാലമായ വീട്, ഒരു ഇടുങ്ങിയ വീടല്ല, ഒരു വിശാലമായ വീട്. പിന്നെന്തൊക്കെയാ? ഒരു നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യ. ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോൾ ആകെ ഇടങ്ങേറാണ്, ഇനിയിപ്പോൾ വേറെ കെട്ടേണ്ടി വരും, അങ്ങനല്ല. ഉള്ള ഭാര്യനെ നന്നാക്കിയാലും മതിയല്ലോ, ഉള്ള ഭർത്താവിനെ നന്നാക്കിയാലും മതിയല്ലോ. ഹസനത്തായ ഭാര്യയെ നൽകണേ, ഭർത്താവിന് നൽകണേ. ഒരു റിസ്കിന് വാശീൻ, വിശാലമായ ഭക്ഷണം തരണം. പട്ടിണി നടക്കാൻ നമുക്ക് കഴിയില്ലല്ലോ.
ആരോഗ്യമുള്ള ഭക്ഷണം. ഇപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ആഫിയത്തുള്ള ബർക്കത്തുള്ള ഭക്ഷണം കുറവാണ്. ഒന്നേ നമ്മളതിൻ്റെ ആദാബ് പാലിക്കാത്തതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആദാബുകൾ പാലിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് ആഫിയത്തും ആരോഗ്യം കിട്ടുള്ളൂ. ഭക്ഷണം ബാക്കിയാക്കാൻ പാടില്ല, ഭക്ഷണം കളയാൻ പാടില്ല, ബിസ്മി അല്ലണം, നല്ലോണം ചവച്ച് തിന്നണം, റസൂല പറഞ്ഞ മാതിരി തിന്നണം, അത് വള്ളറച്ച് തിന്നരുത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാജിയൊന്നും പ്രത്യേകിച്ചും വയറിറക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായാൽ പിന്നെ വലിയ ഇടങ്ങാറാവും, കുറേ ദിവസത്തെ ഇബാദത്തങ്ങ് മുടങ്ങും. അപ്പോൾ പാകത്തിന് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ ഉപകാരപ്രദമായ ഇൽമ്, ദുന്യാവിൽ ഹസനത്ത് പറഞ്ഞാൽ അതൊക്കെയാണ്. നല്ല ഇൽമ്, ആഖിറത്തിലും ദുന്യാവിലും ഉപകാരപ്പെടുന്ന ഇൽമ്. അമലിൻ സ്വാലിഹിൻ, നല്ല സ്വാലിഹായ സൽക്രമം. ഓ മർക്കബിൻ ഹനി, നല്ലൊരു വാഹനം. ഓ സനായിൻ ജമീലിൻ, ആളുകളൊക്കെ പ്രശംസിക്കുക. ഇതാണ് ദുന്യാവിലെ ഹസനത്ത് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവെ ദുന്യാവിൽ ഹസനത്ത് തരണേ എന്ന് പറഞ്ഞാൽ ഇത് ഹാജി ദ്വാരക്കേണ്ട ദ്വാ ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇത് വിശദീകരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിഷയം മാറി നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഹാജിൻ്റെ ദുആ ആണ്. ഹാജിൻ്റെ ദുആ ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ കാബൻ്റെ ഹജറുൽ അസ്വദിൻ്റെയും ഹജറുൽ യമാനിൻ്റെയും ഇടയിൽ നിന്ന് ദ്വാരുന്ന ദുആയാണ്. അള്ളാഹു ആഫിയത്ത് തരണം, വിശാലമായ വീട് തരണം, സ്വാലിഹത്തായ ഭാര്യ തരണം, വിശാലമായ ഭക്ഷണം തരണം, നാഫിയായ ഇൽമു തരണം, സ്വാലിഹായ സൽക്കർമ്മം തരണം, നല്ലൊരു വാഹനം തരണം, ആളുകളൊക്കെ നന്നായി പ്രശംസിക്കണം. ആളുകൾ പ്രശംസിക്കാൻ വേണ്ടി അമൽ ചെയ്യാൻ പാടില്ല. നമ്മൾ മദ്രസയിലെ ബുക്കിലൊക്കെ പഠിച്ചില്ലേ, ഈ പാത്രം ഞാൻ ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പം കൊണ്ടുവന്നതാണെന്ന് ഒരു പറഞ്ഞിട്ട് ഒരു വാക്യമുണ്ട് നമ്മളൊക്കെ മദ്രസ പഠിക്കുന്നത്. അതായത് ഞാൻ 2 വട്ടം ഹജ്ജ് ചെയ്തതിന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പ്രശംസ നേടലാണ് അയാളുടെ ഉദ്ദേശം. അതോടുകൂടി അയാൾ 2 ഹജ്ജും ബാത്തിലായി. ഈ പാത്രമല്ലേ, ആരോഗ്യ വിരുന്നുകാരൻ വന്നപ്പോൾ വിരുന്നുകാരനോട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുണ്ട് ഈ പാത്രം ഉണ്ടല്ലോ, ഞാൻ ആദ്യത്തെ ഹജ്ജിനല്ല 2ാമത്തെ ഹജ്ജിന് പോയപ്പം കൊണ്ടുവന്ന പാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഉദ്ദേശം എന്താ, ഹാജിയാരെ എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ, ഹാജിയാരെ എന്നൊക്കെ വിളിച്ചുമ്പോൾ. ഹജ്ജുമ്മ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട് ഒരു 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 എന്തെങ്കിലും പറയാം, ഒരു ഇന്നോവയിലൊക്കെ കയറി കുത്തിരിക്കുന്നൊരു സുഖം കിട്ടൂലേ. ആ സുഖം കിട്ടാൻ വേണ്ടി ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുമ്പം ആളുകൾ നമ്മളെ പ്രശംസിക്കും. ഹാജിയാർ നല്ല ഹാജിയാരാണ്, അൽഹംദുലില്ലാ, ആ ഉസ്താദ് നല്ല ഉസ്താദാണ്. അങ്ങനെ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ചും അയാളെ കർമ്മങ്ങളെക്കുറിച്ചും നല്ല അഭിപ്രായം പറയപ്പെടും. സനാഉൻ നസിന് മരിച്ചാൽ കുറ്റം പറയാൻ ആളുണ്ടാവില്ല, നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ഇപ്പോൾ കുറ്റവും തെറ്റില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അതിപ്പം അമ്പിയാക്കൾ തന്നെയല്ലേ ഉള്ളൂ ഒരു കുറ്റമില്ലാത്തത്. പക്ഷേ അയാൾ തെറ്റും കുറ്റമൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ തെറ്റുകുറ്റങ്ങളെയൊക്കെ മറച്ചു കളയുന്ന വിധത്തിൽ, ആളുകളെ ഓർമ്മിപ്പിക്കാത്ത വിധത്തിൽ അയാളിൽ സൽക്രമങ്ങൾ മികച്ചു നിൽക്കുമ്പോഴാണ് ആളുകൾ പറയാൻ അയാൾ തിരക്കിടില്ല, നല്ല മനുഷ്യനാണെന്ന് പറയാം. പിന്നെ തെറ്റും കുറ്റമൊക്കെ അള്ളാഹു താലാനോട് പൊറുക്കേണ്ടതോടെ പടച്ചോൻ പൊറുക്കൂലേ. അത് ജനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹ് പൊറുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ നിർത്തുകയാണേ, ആ വിഷയം നിർത്തുകയാണ്. അപ്പം എന്നിട്ട് അള്ളാഹ് പറയാണ് ബാക്കി, ഉലൈക ലഹും നസീബും ഫിദ്ദുന്യ. അപ്പോൾ ആഖിറത്തിന് ഹസനത്ത് തരണേന്ന് അടുത്തത്. ആഖിറത്തിന് ഹസനത്ത് എന്താ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ആഖിറത്തിന് ഹസനത്ത് എന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖബറിൽ അദാബ് ഉണ്ടാകരുത്, പടച്ചോൻ്റെ ഹിസാബ് കൊണ്ട് ഇടങ്ങാറാകരുത്, അള്ളാഹുവിൻ്റെ ആക്ഷേപം കിട്ടരുത്, വലത് കയ്യിൽ കിതാബ് കിട്ടണം, സ്വലാത്ത് പാലത്തിലൂടെ മിന്നൽ പിണറായിട്ട് കടന്നു പോകണം, മുത്തുനബിൻ്റെ ശഫാഅത്ത് കിട്ടണം, ഹൗദുൽ കൗസർ കിട്ടണം, അർശിൻ്റെ തണൽ കിട്ടണം, സൂര്യൻ്റെ ചൂടിന്ന് രക്ഷപ്പെടണം, വിഷമുണ്ടാകരുത്. എത്ര കാര്യം ആഖിറത്തിലുള്ളത്. ഇവിടെ ആകെ ഒരു സ്റ്റേഷനേ ഉള്ളൂ, ദുന്യാവ് പറഞ്ഞ സ്റ്റേഷൻ. ആഖിറത്തിൽ ഒരുപാട് ചെക്കിങ് പോയിൻറ്റുകളാണ്, ഒരുപാട് എമിഗ്രേഷൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് സ്വർഗത്തേക്ക് എത്തുള്ളൂ. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. 50,000 കൊല്ലുണ്ട് മഅ്ശറ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനതിൻ മിമ്മാ തഉദ്ദൂൻ. നിങ്ങൾ എണ്ണുന്ന ദുനിയാവിൽ എണ്ണുന്ന 50,000 കൊല്ലുണ്ട് ആഖിറ എന്നാണ് പറയണത്. നമുക്ക് ആകെ 63-70 വയസ്സാണ് നമ്മളിവിടെ ജീവിക്കുക. അതിന് അന്തവും കുന്തവും വെച്ചിട്ട് ജീവിക്കൽ വളരെ കുറച്ച് കാലവും 10-15 വയസ്സായിട്ടാണ് നമുക്ക് പ്രായപൂർത്തിയാകുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ആഖിറം തന്നെ, ആഖിറത്തു ഖൈറും വഅബ്ഖ, ആഖിറം തന്നെയാണ് ഏറ്റവും ബാക്കിയാകുന്നതും. അപ്പോൾ നിങ്ങളെ ഹജ്ജ് പൂർത്തിയാക്കുക. ഇങ്ങോട്ട് അള്ളാഹ് പറയണം, ഉലൈക ലഹും നസീബും മിമ്മാ കസബു. അവർക്ക് അവർ ചെയ്ത ഹജ്ജിനും പുണ്യകർമ്മങ്ങൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നതാണ്. സ്വർഗത്ത് കടക്കണം. സ്വർഗത്ത് കടക്കുന്നതിന് മുമ്പ് ഹിസാബ് എളുപ്പമായി കിട്ടണം.
അങ്ങനെ തുടങ്ങിയിട്ട് നരകത്തിന് രക്ഷപ്പെടണം. അതാ ലാസ്റ്റ് പറയുന്നത് വഖിന അദാബന്നാർ, അള്ളാഹുവെ നരകത്തിൻ്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ എന്ന്. നരകത്തിൻ്റെ അദാബിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ എന്നും പറയണം. വഖിന അദാബന്നാർ, അതാണല്ലോ നമ്മളെ വലിയ ബേജാറ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് വിശദീകരിക്കാൻ. അപ്പോൾ അവിടെ കാബൻ്റെ ചുറ്റുഭാഗത്തും ദ്വാരക്കണ കൂട്ടത്തിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വേണം. ഇത് ദ്വാരിക്കുമ്പോൾ ആമീൻ പറയാനായിട്ട് അള്ളാഹു തആല ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി പറയുന്നത് നമ്മൾ ഇലാഹിലേക്ക് പ്രവേശിക്കുക. ഹജ്ജിൻ്റെ നിർബന്ധം ആയുസ്സിലൊരു വട്ടം മാത്രമാണ് ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാകുന്നത്. നേർച്ചയാക്കിയാൽ പിന്നെ നിർബന്ധമാകും. അതല്ലെങ്കിൽ ആഴ്ചയിൽ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമാണുള്ളത്. കുട്ടികൾക്കും ഹജ്ജ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കൂടെയൊക്കെ ഹജ്ജിന് വരുന്ന ആളുകളുണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞാൽ ചെറിയൊരു മസല ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു. ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, പെട്ടെന്ന് ഭയങ്കരമായ അസുഖം വന്നു. 8-9 ആൾക്കാരായിരുന്നു, മക്കളും പേരമക്കളൊക്കെ ആയിട്ട്. ഗൾഫിലൊക്കെ അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ എന്തായിരുന്നു, അവർ ഉംറക്ക് പോയി, മക്കയിൽ റൂം എടുത്ത് പെട്ടെന്ന് അസുഖമായി. അയാളെ ചികിത്സിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു, ഹൈദരാബാദ് കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ അയാൾ ചോദ്യം ഇതാണ്, ഈ മൂപ്പർക്ക് തഹല്ലുലാകാൻ പറ്റുമോ? നമ്മൾ വഴിയിൽ മരിക്കുന്ന വിഷയം പറഞ്ഞല്ലോ, ഹജ്ജിന് പോകുന്ന ആളുകളെ. അതിന് തഹല്ലുലാകാൻ മാർഗമൊന്നുമില്ല. തഹല്ലുലാകാൻ മാർഗമല്ല, അയാൾ മുഹരിമായ രീതിയിൽ തന്നെ കഴിച്ചു കൂട്ടുക. അതായത് തഹല്ലുലാകുക എന്ന് പറഞ്ഞാൽ ഉംറ നിർവഹിക്കണ്ടേ? മക്കയിലെത്തി, മക്കത്തേക്ക് തവാഫിന് പോകുന്നതിന് മുമ്പ് അയാൾക്ക് അസുഖം വന്നു. അപ്പോൾ പെട്ടെന്ന് ചികിത്സൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഹൈദരാബാദിലേക്കാണ് തിരിച്ചു പോയത്. ഇയാൾ ആടിനടുത്തൊരു തഹല്ലുലാകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, രോഗിക്ക് തഹല്ലുലാകണ പരിപാടിയൊന്നുമില്ല. അത് ഉംറ നിർവഹിക്കൽ തന്നെ തഹല്ലുലിനുള്ള മാർഗം. അപ്പോൾ അങ്ങനെ മരിച്ചാൽ, അവിടെയാണ് ഇന്നലെ പറഞ്ഞ് ഞാൻ വെച്ചത്. അപ്പോൾ രോഗിനെ നമ്മൾ പരിചരിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു മുഹരിമിനെ പരിചരിക്കും പോലെയാണ് പരിചരിക്കേണ്ടത്. ഇഹ്റാം ചെയ്ത ആളെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്? അയാൾക്ക് തല മറക്കാൻ പറ്റില്ല, ചുറ്റപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഈ രോഗിയുടെ കാര്യത്തിൽ രോഗിനെ പരിചരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ മരിച്ചാൽ, ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു, അവിടെ തവാഫും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അപ്പോഴും നമ്മളെ നാട്ടിൽ മറമാടുമ്പോഴും തല മറക്കാതെയാണ് പുരുഷനാണെങ്കിൽ കഫൻ ചെയ്യേണ്ടത്. അവിടെ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ കഫമുടയിലോ സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. പെണ്ണാണെങ്കിൽ മുഖം മറക്കാതെയാണ് എന്താക്കേണ്ടത്? മുഖം മറക്കാതെയാണ് എന്താ ചെയ്യേണ്ടത്? കഫം മറമാടേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടാവും, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും അങ്ങനെയാണ് കാര്യം. അപ്പോൾ സുഖമാകുന്നതുവരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ അയാൾ മുഹരിമായിട്ട് മരിച്ചോട്ടെ, അയാളെ സൗഭാഗ്യമല്ലേ. അപ്പോൾ കുട്ടികളും ഹജ്ജും ഉംറയും നിർവഹിച്ചാൽ സ്വഹിയാകും. വകതിരിവാകാത്ത കുട്ടികൾക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കാം, പക്ഷേ അത് രക്ഷിതാക്കളാണ് നിർവഹിക്കേണ്ടത്. വകതിരിവായ കുട്ടികളുണ്ടല്ലോ, വകതിരിവായ കുട്ടികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തുകൊണ്ടും അവർക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാം. അതിന് പ്രത്യേകമായ പാഠങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഹജ്ജ് നിർബന്ധമാകുന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇസ്തിത്വാഅത്ത് എന്ന് പറയുന്നത് ഹജ്ജ് സാധ്യമാകുന്നവർക്കാണ് ഹജ്ജ് നിർബന്ധം, ഉംറ സാധ്യമാകുന്നവർക്കാണ് ഉംറ നിർബന്ധം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് സാധ്യമായ ആളുകളാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന് പോലെ നടന്നിട്ടാണോ യാത്രയായിട്ടാണോ വാഹനത്തിൽ പോകുമ്പോൾ ഏത് പൈസ വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ നബിമാം പ്രബലപ്പെടുത്തിയിട്ടുള്ളത് നടന്നു പോകലാണ്, പ്രയാസമൊന്നുമില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ വിമാനം ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിഷയം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. ആർക്കാണ് ഹജ്ജ് നിർബന്ധം? ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർക്കാണ് ഉംറ നിർബന്ധം? പോയി വരാൻ ആവശ്യമായ പൈസ, ഒന്ന് പോയി വരാൻ ആവശ്യമായ പൈസ, പോയി വരുന്നത് വരെ അവൻ്റെ കുടുംബത്തിന് കഴിയാനുള്ള പൈസ, അവരുടെ വസ്ത്രം, അവരെ വീട്, കടം ഉണ്ടെങ്കിൽ ആ കടം ഇത് കഴിച്ചിട്ട് വല്ലതുണ്ടെങ്കിൽ അവർക്ക് ഹജ്ജിനും ഉംറക്കും പോകാൻ നിർബന്ധമാണ്.
അപ്പോൾ ഒരാൾക്ക് വീടുണ്ട്, ചെറിയൊരു വീടുണ്ട്, മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു 10 സെൻറ്റ് ഭൂമിയുണ്ട്. ആ 10 സെൻറ്റ് ഭൂമി വിറ്റാലേ എന്താക്കാൻ പറ്റുള്ളൂ, ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വിൽക്കണമെന്നാ? വിൽക്കണം. കാരണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, പോയി വരാനുള്ള പൈസ, ഈ ആവശ്യങ്ങളൊക്കെ കഴിച്ച് വല്ലതും ഉണ്ടെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകാനുണ്ടെങ്കിൽ പോകണമെന്നാണ്. ഒന്ന് വീട്, വീട്ടുകാരെ ചിലവ്, വീട്ടുകാരെ ഭക്ഷണം, കടം, ഇപ്പോൾ കൊടുക്കാനുള്ള കട അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് കൊടുക്കാനുള്ള കട, ഇത് കഴിച്ചിട്ട് ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ പൈസ ഉണ്ടെങ്കിൽ അവർ ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ നിർബന്ധമാണ്. അപ്പോൾ ആ 10 സെൻറ്റ് വിൽക്കണം. ഞാൻ ഹജ്ജിന് ഒരുങ്ങാനുള്ളൊരു കാരണം അതായിരുന്നു. നമുക്ക് വീട് വെക്കുന്ന സ്ഥലം കഴിച്ചിട്ട് വേറെ സ്ഥലമുണ്ട്, കുറച്ച് 15 സെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് വിറ്റ് പോകാൻ നിർത്തിയിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം ഹജ്ജ് നിർബന്ധമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാൻ പാടില്ല, കുറച്ചോനെ ആ സ്ഥലം വിറ്റാലിപ്പോൾ ആ മോന് പെരെടുക്കേണ്ടി വരും, അപ്പുറത്ത് പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നീട് ഒരു പൈസ ഉണ്ടാവില്ല, ഒക്കെ വെക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ അള്ളാഹു അല്ലേ തന്നത്. ഈ ഭൂമി ഇപ്പോൾ പടച്ചോൻ തന്നിട്ടല്ലേ നമുക്ക് ഉണ്ടായത്. അത് ഇഞ്ഞ് തരാൻ പടച്ചോന് കഴിവുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കണമെന്നല്ലല്ലോ. ഇപ്പോൾ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിന് ഹസനത്ത് തരണേ, ആഖിറത്തിന് ഹസനത്ത് തന്നെ എന്നാണ് ഹജ്ജിൽ ഒരു പ്രധാനപ്പെട്ട ദുആ. ദുനിയാവിന് ഹസനത്ത് തരാൻ നിങ്ങൾ കേട്ടില്ലേ? ദുനിയാവിന് ഹസനത്ത് തരാൻ നമ്മൾ കേട്ടല്ലോ. കുറേ ഭൂമി ഉണ്ടായാലും ജീവിക്കാനൊന്നും കഴിയില്ല. ചിലപ്പോൾ ആ ഭൂമിയൊക്കെ പാടെ അടിച്ചു പോകാൻ ചെറിയൊരു കിഡ്നിക്ക് ചെറിയ തരാറുണ്ടായാൽ മതി. 10 സെൻറ്റല്ല 25 സെൻറ്റല്ല വീടടക്കം പോകും. ചിലപ്പോൾ ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, ശരീരം ഒന്ന് കുഴഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ പൊളിഞ്ഞാൽ മതി. ഏതായാലും അള്ളാഹു തആല ദുനിയാവിൽ ഹസനത്ത് തരട്ടെ. ഇതൊക്കെ പെട്ട മായനാണ് ദുനിയാവിൽ ഹസനത്ത്. അപ്പോൾ ഹാജിക്ക് അത് തരാൻ വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട് മക്കത്തുനിന്ന്. അപ്പോൾ വിറ്റിട്ട് പോകണം. ഒരു സ്ത്രീ ഉണ്ട്, അവൾക്ക് അവളെ വാപ്പ കൊടുത്ത ഒരു 10 പവൻ സ്വർണ്ണമുണ്ട്. വാപ്പ വിട്ടുകൊടുത്താണ്, അവളെ സ്വന്തമാണ്. വിറ്റ് പോകും, എന്താ, അവളെ സ്വത്തല്ലേ, അവളെ സ്വത്താണല്ലോ. നമ്മളിങ്ങനെ യാചിച്ച് പോകണം എന്നല്ല പറഞ്ഞത്. സ്വന്തമായിട്ട് കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പോകേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയാവുന്നത്, കടങ്ങളുണ്ടെങ്കിൽ അതും കൂടി വീട്ടിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. കടങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ കളയും. നമ്മളിപ്പോൾ തിരിച്ചു വരുമെന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ലല്ലോ പോണത്, തിരിച്ചു വരണ്ട എന്നുള്ള ഉദ്ദേശത്തിലല്ലേ പോകുന്നത്. എന്നല്ലേ പറഞ്ഞപ്പം തന്നെ ഓരോരുത്തേക്ക് എങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരാതൊക്കെ. അപ്പോൾ ഈ വീടിനൊക്കെ പിന്നെ ആരാ ഉണ്ടാവുക, വീട്ടുകാർക്കൊക്കെ ആരാ ഉണ്ടാവുക? ഇതുവരെ ആരാണോ ഉണ്ടായിരുന്നത് അവരൊക്കെ അപ്പോഴും ഉണ്ടാവും. നമ്മളുണ്ടായിട്ടേനും ദുനിയാവ് നിലനിന്ന് ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, ഞാനിങ്ങനെ ഉണ്ടായിട്ടാണ് എൻ്റെ വീട് ഇങ്ങനെ നിലനിൽക്കണമെന്ന്. വെറുതെ തോന്നുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മളിങ്ങനെ ദിക്ർ ചെല്ലാൻ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ചിന്തിക്കുന്നില്ല. ലാ ഹൗല വലാ ഖുവ, ഒരു കഴിവും ശേഷിയുമില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. നമ്മൾ പറയണില്ലേ? പിന്നെ എങ്ങനെ നമുക്ക് കഴിവുണ്ട്, നമുക്ക് ശേഷിയുണ്ട് എന്ന് പറയാം? മാഷാ അല്ലാഹു കാൻ എന്ന് നമ്മളിങ്ങനെ പറയും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകും എന്ന് പറയും. പിന്നെ ഒമാലം യശവിലം വെക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല എന്നും പറയും. ഇത് ഈമാൻ ഓർക്കണ്ടേ? നമ്മൾ വീടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാഷാ അല്ലാഹ് എന്നിങ്ങനെ എഴുതി വെക്കും. അപ്പോഴും അവൻ വിചാരിക്കുക, ഞാൻ അങ്ങനെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അടങ്ങാറാക്കി ഉണ്ടാക്കിയ വീടാണ്. എന്നാൽ പിന്നെ അങ്ങനെ അടങ്ങാറായി അധ്വാനിച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും വീടുണ്ടാകണില്ലല്ലോ. ഇവന് വേണമെങ്കിൽ ഭയങ്കര ലാഭം ഉണ്ടാവും കച്ചവടത്തിൽ, ഇവനേക്കാൾ അധ്വാനിക്കുന്ന അപ്പുറത്തൊരാളുണ്ടാവും, അയാൾക്ക് ഉണ്ടാകണില്ല. നമ്മളെ കൂടെയൊക്കെ പഠിച്ചിരുന്ന അതിപ്രഗത്ഭരായ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും നമ്മളെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാർ. അവർ ചെറിയൊരു ജീവിതക്കാരിപ്പോൾ നയിക്കുന്നത്. അന്ന് ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത, കാര്യമായിട്ടൊന്നുമില്ലാത്ത ആൾ നല്ല പൈസക്കാരനായിട്ടുണ്ടാവും. അപ്പോൾ ബുദ്ധി കൊണ്ടാണോ ഒരാൾ? അല്ല, അതൊക്കെ യഹ്ബലി മൻ യശാ ദാലിക ഫളലുല്ലാഹ്, അതൊക്കെ അള്ളാഹിൻ്റെ ഔദാര്യമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് ആ വിഷയത്തിൽ വേണ്ടതാണ്, ആവശ്യമാണ്. സ്ത്രീക്ക് നിർബന്ധമാവുന്നതിന് പൈസ മാത്രം പോരാ, സ്ത്രീയുടെ കൂടെ പോകാൻ ഒരാളും കൂടെ വേണം.
സ്ത്രീക്ക് എപ്പോഴാണ് ഹജ്ജ് ഉംറയും നിർബന്ധമാവുക? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സമയം അവസാനിച്ചതുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്ത്രീ ഹജ്ജ് ഉംറയും പോകുന്ന ഒരു കാലം അല്ലാതെ കൂടിയിട്ടുണ്ട്. ഉംറക്കൊക്കെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പും ഓരോ ഉസ്താദുമാരെയും കീഴിൽ അങ്ങനെ ഉംറക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നിയന്ത്രണം ആവശ്യമാണ്. അള്ളാഹ് കൽപ്പിച്ച മാതിരി ചെയ്യുമ്പോഴല്ലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാഹു കൽപ്പിച്ച മാതിരി ചെയ്യുമ്പോഴല്ലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അല്ലെ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ അതങ്ങനെയാണെന്ന് ശരിയാണെന്ന് നമ്മൾ കരുതി വിവരക്കേട് വെച്ചാൽ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല. കാരണം ഇതൊക്കെ പഠിക്കൽ ആദ്യം നിർബന്ധമാണ്. ആദ്യം പഠിച്ചിട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നിൻ്റെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി മഖ്ബൂലും മബ്റൂറുമായ പുണ്യകർമ്മങ്ങൾ നിറഞ്ഞ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിലെ എല്ലാ ഹസനാത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആഖിറത്തുൽ ഹസനാത്ത് നൽകണേ അല്ലാഹ്. നരകത്തിൻ്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിലും വീട്ടുകാരിലും മക്കളിലും എല്ലാവിധ ഖൈറും ബറക്കത്തും നന്മയും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ശാരീരികമായ അനാരോഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. اللهم اغفر لنا ولوالدينا ولمن ماتوا منا ولمشايخنا ولجميع المؤمنين والمؤمنات. اللهم اشرنا معهم في دار جنات النعيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. أوصيكم بدعاء دعائك